നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ബാക്ക് ടെസ്റ്റിംഗ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വിപ്രോയുടെ ഒരു 10 ദിവസത്തെ ബാക്ക് ടെസ്റ്റാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇവിടെ ഞാൻ അത്യാവശ്യം പ്രൈസ് ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 12-ാം തീയതി തൊട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 11-ാം തീയതി ഹൈയും ലോയും മാർക്ക് ചെയ്തു, ഒപ്പം തൊട്ട് മുന്നത്തെ ഒരു ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 12-ാം തീയതി ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്കത് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നൊന്ന് നോക്കുവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ദിവസത്തെ ഹൈയും ലോയുടെയും ഇവിടെ ഒരു മിഡിൽ പോർഷനും കൂടെ ഒന്ന് നോക്കാം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രൈസ് ആക്ഷൻ ലൈനിനെ വിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരെ മാർക്കറ്റ് നോർമലി മൂവ് ചെയ്യേണ്ടതാണ്. പക്ഷേ അവിടെ വരെ മാർക്കറ്റിന് എത്താൻ പറ്റുന്നില്ലെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? അറ്റ്ലീസ്റ്റ് അതിൻ്റെ മധ്യഭാഗമെങ്കിലും ടച്ച് ചെയ്തിട്ടായിരിക്കും റിവേഴ്സായി പോരുക. ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ വെച്ചു, അതിനുശേഷം അതുപോലെ തന്നെ മാർക്കറ്റ് തിരിച്ചു പോരുവാണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇവിടെ വരെ മാർക്കറ്റ് വന്നു, ഗ്രീൻ ക്യാൻഡിലുകൾ അടുപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതിനൊന്നും യാതൊരുവിധ പവറും ഇല്ല, വളരെ ചെറിയ ക്യാൻഡിലുകൾ വെക്കുന്നു. സോ നമ്മൾ താഴത്തേക്കൊരു ട്രേഡിൽ നിന്ന് എടുക്കുവാണ് എന്ന് കരുതിയാൽ നമുക്ക് നോക്കാം, ഏതെങ്കിലും ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോയിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുത്താൽ, സാധാരണ നമ്മൾ അങ്ങനെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. അതിനുശേഷം നമുക്ക് 1% ആണ് നമ്മളുടെ മിനിമം ടാർഗറ്റ്. അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് 1%-ന് മുകളിൽ പോയിട്ടുണ്ട്. അതായത് അന്ന് നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് 1:2 കിട്ടി. അടുത്ത ദിവസത്തേക്ക് നമുക്ക് പോകാം. അടുത്ത ദിവസത്തേക്ക് പോകുമ്പോൾ നമ്മളിതിൻ്റെ ഹൈയും ലോയും ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഈ പ്രൈസ് ആക്ഷൻ പോയിൻ്റ് ഞാൻ ഇങ്ങോട്ടേക്കൊന്ന് മൂവ് ചെയ്തു. നമുക്ക് നോക്കാം, അത് തമ്മിലുള്ളൊരു ഡിഫറൻസും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. 0.8% ഉണ്ട്, അപ്പോൾ നിയർലി 1 ഉള്ളത് കൊണ്ട് തന്നെ ആ ലൈൻ അവിടെ നിലനിന്നോട്ടെ, കുഴപ്പമില്ല. നമ്മളിവിടെ ഒരു ലൈനും കൂടെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം, കാരണം ഇത് ലോയും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസത്തേക്ക് നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസിങ് തന്നു, വീണ്ടും ഈ ഒരു പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനെ അത് ബ്രേക്ക് ചെയ്തു. അതിന് ശേഷം നമുക്ക് തിരിച്ച് താഴത്തേക്കൊരു റിവേഴ്സ് കട്ട് കിട്ടുവാണ്. അപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ആകുന്നിടത്ത് ഈ പ്രൈസ് ആക്ഷൻ ലൈൻ അവിടെ ഉള്ളതിൻ്റെ ബലത്തിൽ നമുക്കവിടെ ഒരു എൻട്രി തീർച്ചയായിട്ടും എടുക്കാം. ഇവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നത് 0.5%. ഇവിടെ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചു. നമ്മുടെ ടാർഗറ്റ് നമുക്കറിയാം 1:2 ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൈസ് ആക്ഷൻ ലൈൻ വരെ 1:2 ആക്ച്വലി ഇല്ല. അന്ന് മാർക്കറ്റ് വളരെ ചെറിയ രീതിയിൽ മൂവ് ചെയ്തിട്ടുള്ളൂ. മാർക്കറ്റിൻ്റെ ടോട്ടൽ മൂവ് അന്ന് വരുന്നത് 1.5% ഉള്ളൂ. സോ നമുക്കന്ന് ടാർഗറ്റ് എന്തായാലും കിട്ടത്തില്ല. പക്ഷേ ഈ ഒരു ട്രേഡ് ഇതിപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്ന ഇവിടെയാണ്. അവിടെ ക്ലോസ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ലോസിലല്ല, നമ്മൾ സംതിങ്സ് പ്രോഫിറ്റിലാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് വേണമെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ് ആയിട്ട് കണക്ക് കൂട്ടാൻ. രണ്ടാമത്തെ ദിവസം നമുക്ക് 0 ഒന്നും കിട്ടിയിട്ടില്ലെന്ന് കണക്ക് കൂട്ടാം. ഇനി മൂന്നാമത്തെ ദിവസത്തേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ദിവസത്തിന് വേണ്ടി ഈ പോയിന്റുകൾ നമുക്കൊന്നും കൂടെ റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഹൈ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇനി 14-ാം തീയതി നമ്മൾ ട്രേഡ് എടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വലിയൊരു ക്യാൻഡിലാണ് വെച്ചേക്കുന്നത്. അതിനുശേഷം ഇതിവിടെ വന്ന് ഹിറ്റ് ചെയ്തു, ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണ്. നോർമലി നമ്മൾ അങ്ങോട്ട് തന്നെയായിരിക്കും നമ്മളുടെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇവിടെ റിവേഴ്സ് ആകുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് നോക്കാം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ടോ. 0.5 ഇവിടെ വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഡേ എൻഡിൽ വന്നിട്ട് ഹിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ലോസാണ്. അപ്പോൾ മൂന്നാമത്തെ ദിവസം SL ഹിറ്റ് ചെയ്തു. നമുക്ക് അടുത്ത ദിവസത്തേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പോയിന്റുകളൊന്നും കൂടെ റീഅറേഞ്ച് ചെയ്യാം. ഇതിന് ഇവിടെ പ്രസക്തമല്ല, കാരണം ആ ലോ പുതുക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്. മാർക്കറ്റിൻ്റെ മധ്യഭാഗവും കൂടെ നമുക്കൊന്ന് മെഷർ ചെയ്ത് വയ്ക്കാം. ഇത് മധ്യഭാഗത്തു നിന്നാണ് ഏകദേശം ഓപ്പൺ ചെയ്യുന്നത്. താഴത്തേക്ക് പോകാൻ ശ്രമിച്ച് പറ്റുന്നില്ല. ഇത് മുകളിലേക്ക് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണ്. ഇത് കട്ട് ചെയ്തു, ഈ പോയിൻറ്റും കട്ട് ചെയ്യുകയാണ്. അതൊരു വൺ സൈഡഡ് മൂവാണ്. നമുക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് അന്നത്തെ ദിവസം ബുദ്ധിമുട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും നമുക്കവിടെ എൻട്രി എടുക്കാവുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം ഈ ക്യാൻഡിലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റുന്നത്. അവിടെ പോയി നമ്മൾ എൻട്രി എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം.
ആ അവിടെ ഇപ്പോൾ വന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അന്നത്തെ ദിവസവും നമ്മൾ സ്റ്റോപ്പ് ലോസ് കണക്ക് കൂട്ടുവാണ്. 4-ാമത്തെ ദിവസവും ലോസാണ്. ഓക്കെ, ഇനി 5-ാമത്തെ ദിവസത്തിലേക്ക് നമുക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പോയിൻ്റുകൾ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യണം. ഇതൊന്ന് മെഷർ ചെയ്ത് നോക്കുമ്പോൾ ലോയുമായിട്ട് 0.77 വ്യത്യാസമാണ്. നമുക്കവിടെ ഒരു ലൈൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന് ഇനി പ്രസക്തിയില്ല, ഈ ലൈനുകൾ ഇൻവാലിഡായി. സോ നമുക്കിതിൻ്റെ ഹൈയും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്കൊരു പോയിൻ്റ് നമുക്ക് കണ്ടെത്താനില്ല. ഏത് ദിവസമാണ് നമ്മൾ നിൽക്കുന്നത്? 18-ാം തീയതിയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ മുകളിലേക്കൊരു പോയിൻ്റ് നമ്മൾ കണ്ടെത്താനില്ലാതെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ 15 മിനിറ്റ്സ് ക്യാൻഡിലേക്ക് നമ്മളൊന്ന് സ്വിച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ മാർക്കറ്റിനെ മാക്സിമം ഒന്ന് ചെറുതാക്കി നോക്കുവാണ്. ചാർട്ട് ചെറുതാക്കുമ്പോൾ ഇതിവിടെ വന്നിട്ട് ഉണ്ട്, നമുക്ക് മുകളിലേക്കുള്ളൊരു പോയിൻ്റ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്താണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് പോയിൻ്റ്? അത് ഏകദേശം ഇവിടെയായിട്ട് വരും. കാരണം ഈ ഒരു ദിവസത്തിൻ്റെ ലോ ഇവിടെ വരുന്നുണ്ട്. സോ നമുക്ക് ആ ലോ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒപ്പം ഈ ദിവസത്തിൻ്റെ ഹൈയും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഏകദേശം നമുക്ക് വേണ്ട 2 പോയിൻ്റുകളായി. ഇനിയിപ്പോൾ നമുക്ക് 5 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് 18-ാം തീയതിയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇനി നമ്മൾ ട്രേഡ് എടുക്കുന്ന 18-ാം തീയതിയാണ്. അങ്ങോട്ടേക്ക് നമ്മളെത്തി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് നല്ലൊരു മൂവ് നടത്തി. അത് നെക്സ്റ്റ് ലെവലിൽ പോയി ടച്ച് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിൻ്റെ മധ്യഭാഗം വെച്ചൊരു ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ മാർക്കറ്റിൻ്റെ മധ്യഭാഗം ടച്ച് ചെയ്തിട്ട് ക്യാൻഡിൽ താഴത്തേക്ക് വന്നേക്കുവാണ്. എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കിയുമ്പോൾ ഇതിൻ്റെ ഡേ ഹൈ ആണ്. അപ്പോൾ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴോ ഡേ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴോ നമുക്കൊരു എൻട്രി സ്വാഭാവികമായിട്ട് എടുക്കാവുന്നതാണ്. ഒപ്പം ഇത് മധ്യഭാഗത്തു നിന്നാണ്. ഇവിടെ നിന്ന് ഇത്രയും ഇത് മാർക്കറ്റിന് മിനിമം പോകാനും സാധ്യതയുണ്ട്. സോ നമുക്ക് അവിടെ ഒരു എൻട്രി എടുത്താൽ അന്ന് അത്യാവശ്യം അതൊരു നല്ല എൻട്രി ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം. 0.5% അവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും സ്റ്റോപ്പ് ലോസ് അന്നത്തെ ദിവസം ഹിറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ടാർഗറ്റ് ചെയ്യാവുന്നത് നമുക്ക് ഈ ഒരു ലൈൻ തന്നെയാണ് ടാർഗറ്റ് ചെയ്യാവുന്നത്. അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2.5 ഉണ്ട്. ദാറ്റ് മീൻസ് എന്തായാലും നിങ്ങൾക്ക് 1:2 ഈ ട്രേഡിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 5-ാമത്തെ ദിവസം വന്നിട്ട് 1:2 വീണ്ടും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് 6-ാമത്തെ ദിവസത്തേക്ക് മൂവ് ചെയ്യാം. 6-ാമത്തെ ദിവസത്തേക്ക് നമ്മൾ പോകാനായിട്ട് നമുക്ക് ഈ ഹൈയും ലോയും അത് തന്നെയാണ്, അതിനകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ നമ്മൾ 6-ാമത്തെ ദിവസം വന്നപ്പോൾ നമ്മൾ കണ്ടു ഫസ്റ്റ് ക്യാൻഡിൽ ഈ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അതിനുശേഷം താഴത്തേക്ക് വന്നു. വീണ്ടും ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തു. ഈ ഗ്രീൻ ക്യാൻഡലിന് അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തു. പിന്നീട് ഈ ക്യാൻഡലിനെ, അതായത് ഈ ഒരു ഡേലോയോ അല്ലെങ്കിൽ ഇവിടെ 2-ാമത്തെ ക്യാൻഡലോ, ഈ ഡേലോ തന്നെ കണക്ക് കൂട്ടാം നമുക്ക്. കാരണം ഈ ക്യാൻഡിൽ അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടല്ലോ. സോ നമ്മൾ ആ ഡേലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് താഴത്തേക്ക് എൻട്രി എടുത്തു എന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 0.5% നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ടാർഗറ്റ് അന്നത്തെ ദിവസം കിട്ടുന്നില്ല. 1:1 ജസ്റ്റ് വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് അവിടെ പോയിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ദിവസം നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കണക്ക് കൂട്ടാം. 6-ാമത്തെ ദിവസം സ്റ്റോപ്പ് ലോസ്. ഇനി അടുത്ത ദിവസത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ പോയിൻറ്റ്സ് ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. നമുക്കൊന്ന് നോക്കാം. 1% എബോവ് ഉണ്ട്. ഇത് ഹൈ. അപ്പോൾ ഹൈ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഒപ്പം ഇതിനെ എടുത്ത് നമുക്ക് ലോ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി ഈ ഒരു ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ താഴത്തേക്ക് പോരുവാണ്. അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചു. പിന്നെ കുറച്ച് ചെറിയ ക്യാൻഡിലുകളാണ്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ താഴത്തേക്ക് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴത്തേക്ക് തന്നെ എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോയിൽ നമ്മൾ എൻട്രി എടുത്താൽ 0.5% നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇനി നമുക്ക് ടാർഗറ്റ് 1:2 നമുക്ക് ടാർഗറ്റ് കിട്ടണം. ഇവിടെ നോക്കാം, നമുക്ക് 1:2
ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അന്നത്തെ ദിവസവും നമുക്ക് ടാർഗറ്റ് കിട്ടും. 1:2 അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ 7ാമത്തെ ദിവസം നമുക്ക് 1:2. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു പേപ്പറിൽ നോട്ട് ചെയ്തോ. ലാസ്റ്റ് കണക്ക് പറയുമ്പോൾ തെറ്റിപ്പോയെന്നൊരു ഡൗട്ട് വേണ്ട. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുവാണ്. ഇതിൻ്റെ ലോ ഒന്ന് നമ്മൾ മോഡിഫൈ ചെയ്തു. ഇനി നെക്സ്റ്റ് ഡേയിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ നോക്കുന്നുണ്ട്. നമുക്ക് ആ മധ്യഭാഗം കൂടെ ഒന്ന് മെഷർ ചെയ്ത് വെച്ചേക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മധ്യഭാഗം വന്ന് തൊട്ടടുത്ത് വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് മാർക്കറ്റ് റിവേഴ്സ് ആകുന്നു. ഇവിടെ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ക്യാൻഡലിനെ താഴത്തേക്ക് കട്ട് ചെയ്യുമ്പോഴോ ഇനി അവിടെ നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ ഒരു കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പോയിൻ്റ് വന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം. ആ സെയിം പോയിൻ്റ് തന്നെയാണ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോയും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് എൻട്രി എടുക്കാം, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ഇവിടെ നമ്മൾ 0.5% സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുവാണ്. 0.5% സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ ടാർഗറ്റ് 1:2 ആണ്. 1:2 1:2 ഇവിടെ വരുമ്പോൾ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യെസ്, ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയിട്ടില്ല. 1:2 ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 8ാമത്തെ ദിവസവും 1:2 കിട്ടുവാണ്. 1:2. ഓക്കെ, നമ്മൾ 10 ദിവസമായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ദിവസവും പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് ഹൈ ഒന്ന് മോഡിഫൈ ചെയ്യണം, ലോ ഒന്ന് മോഡിഫൈ ചെയ്യണം. ഓക്കെ, ഇനി ലോ ഒന്ന് മോഡിഫൈ ചെയ്യുകയാണ്. യെസ്, ഇനി മാർക്കറ്റിൻ്റെ മധ്യഭാഗം നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. യെസ്, ഇപ്പോൾ കണ്ടല്ലോ, ഇവിടെയും ഇതുപോലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ വന്നിട്ട് ഈ മധ്യഭാഗത്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുവാണ്, താഴത്തേക്ക് പോരുവാണ്. അപ്പോൾ ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്കൊരു എൻട്രി ഈ ഒരു ഗ്രീനിനെ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം. കാരണം ഇത് കുറച്ചധികം നേരത്തിന് ശേഷമാണ് ഇവിടെ വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നത്, എന്നിട്ടും അതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ഒരു എൻട്രി എടുത്തായിട്ട് കണക്കൂട്ടി എന്ത് സംഭവിക്കും നോക്കാം. 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ലോയിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അതായത് നമ്മുടെ എൻട്രി വരുന്നത് ഏകദേശം ഈ ഒരു ക്യാൻഡിലാണ്. അതായത് പിന്നെ അങ്ങോട്ട് മാർക്കറ്റ് വന്നിട്ടില്ല. അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്നും എന്തായാലും ട്രിഗർ ആവില്ല. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മാർക്കറ്റ് കാര്യമായ മൂവ് ഒന്നും നടത്തിയിട്ടില്ല. സോ നമുക്കന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ പ്രോഫിറ്റിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. കണ്ടല്ലോ, ചില്ലറ പൈസ പ്രോഫിറ്റിലാണ്. അപ്പോൾ അന്നത്തെ ദിവസം മാർക്കറ്റ് മൊത്തം മൂവ് ചെയ്തേക്കുന്നത് പോലും വളരെ കുറവാണ്. എത്രയാണ്? നമുക്ക് 1.15% മൂവേ മാർക്കറ്റ് തന്നിട്ടുള്ളൂ. സോ നമ്മളന്ന് ലോസ് അല്ല. അപ്പോൾ നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് എടുക്കാം. പ്രോഫിറ്റായിട്ട് കണക്ക് കൂട്ടണ്ട, 0 ആയിട്ട് കണക്ക് കൂട്ടാം. 9ാമത്തെ ദിവസം 0. അപ്പോൾ ഇനി നമുക്ക് മാർക്കറ്റിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ലോ നമ്മളൊന്ന് സെറ്റ് ചെയ്യുവാണ്. ഇനി ഹൈ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് 1% എബോവ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കവിടെ ഒരു പുതിയ ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതുപോലത്തെ ചെറിയ ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം വലിയൊരു മൂവ് സാധാരണഗതിയിൽ നടക്കാറുള്ളതാണ്. അപ്പോൾ ആ ദിവസം ഇവിടെയാണ്, ഇന്നാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അതങ്ങോട്ടേക്ക് കഴിഞ്ഞിട്ടില്ല മാർക്കറ്റ്, 11 മണിയായിട്ടുള്ളൂ. ഇനിയിപ്പോൾ സമയം ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി 9 ദിവസം ടെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ 9 ദിവസത്തിൽ നമുക്ക് കിട്ടിയ റിസൾട്ട് ഒന്ന് പറയുവാണെങ്കിൽ, ഒന്നാമത്തെ ദിവസം ഇനി ഇന്നത്തെ ദിവസം വേണമെങ്കിൽ നമുക്കൊന്ന് കൺസിഡർ ചെയ്തേക്കാം. കാരണം ഇവിടെ ഒരു എൻട്രി എടുക്കാൻ പറ്റുന്ന സാഹചര്യം കാണുന്നുണ്ടല്ലോ. ഫസ്റ്റ് ക്യാൻഡിൽ വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തു. അപ്പോൾ ഈ ഗ്രീനിൻ ഇവിടെ വരെ വന്നു. അതിനുശേഷം വീണ്ടും ഒരു റെഡ് വെച്ചു. ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ റെഡിനെ റിവേഴ്സ് ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു റെഡിനെ റിവേഴ്സ് ആകുന്ന സമയത്ത് നമുക്ക് അവിടെ എൻട്രി എടുക്കാം. അപ്പോൾ അവിടെ എൻട്രി എടുത്തു നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ 0.5% ലോസ് സെറ്റ് ചെയ്താൽ നമ്മുടെ ടാർഗറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ ഇന്നലത്തെ ഹൈ ആണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ വരെ 1.18 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസവും വേണമെങ്കിൽ ലോസ് പോവില്ല എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അതവിടെ നിൽക്കട്ടെ. ഇന്നത്തെ ദിവസം പൂർത്തിയാകാത്തതുകൊണ്ട് നമുക്ക് ഇത്രയും ദിവസത്തെ കണക്ക് നോക്കാം. ആദ്യത്തെ ദിവസം നമുക്ക് 1:2 കിട്ടി. 2ാമത്തെ ദിവസം 0, 3ാമത്തെ ദിവസം ലോസ്, 4ാമത്തെ ദിവസം ലോസ്, 5ാമത്തെ ദിവസം 1:2, 6ാമത്തെ ദിവസം SL ഹിറ്റ് ചെയ്തു, 7ാമത്തെ ദിവസം 1:2, 8ാമത്തെ ദിവസം 1:2. ഓക്കെ, അപ്പോൾ മൊത്തം നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ 1, 2, 3, 4 ദിവസം നമുക്ക് 1:2 കിട്ടി. അപ്പോൾ 1:2 എന്ന് പറയുമ്പോൾ എത്ര പോർഷൻ കിട്ടി?
4x2 8 പോർഷൻ പ്രോഫിറ്റ് നമുക്ക് കിട്ടി. സ്റ്റോപ്പ് ലോസ് ആയിട്ട് 1, 2, 3 ദിവസമാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 8 പോർഷനിൽ നിന്ന് നമ്മൾ 3 പോർഷൻ കുറയ്ക്കണം. പോയിട്ട് 5 പോർഷൻ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. 2 ദിവസം നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് ഡേ ആണ്. സോ നെറ്റ് നമുക്ക് 5 പോർഷൻ പ്രോഫിറ്റാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇത്രയും സിമ്പിളാണ്. മനസ്സിലായല്ലോ. ഇത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ചാർട്ട് എടുത്തിട്ട് ഒന്ന് ഹോംവർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പലവട്ടം നമ്മളിങ്ങനെ ട്രേഡ് എടുക്കുന്നതായിട്ട് ഹോംവർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിനുള്ളിലേക്ക് നമ്മളത് ബൈ ഡിഫോൾട്ട് കൊടുക്കുകയാണ്. അതായത് ബോധമനസ്സിലല്ല, നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഇത് കടന്നു ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈവ് ട്രേഡുകൾ കണ്ടിരിക്കുന്ന സമയത്ത്, ട്രേഡ് എടുക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ആ ട്രേഡുകൾ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് വേണ്ടത് എന്താ? പ്രോബബിലിറ്റിയാണ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്. പ്രോബബിലിറ്റി പ്ലസ് റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ് ഷെയർ മാർക്കറ്റിൽ ഏതൊരാൾക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 1:2 നിങ്ങൾ മിനിമം പ്രോഫിറ്റ് എല്ലായ്പ്പോഴും എടുക്കണം. ഒപ്പം തന്നെ പ്രോബബിലിറ്റി നമുക്ക് എത്ര ഉള്ളത്? ഒരു കോയിൻ എടുത്ത് നമ്മൾ ടോസ് ചെയ്താൽ പോലും 100 ടൈംസ് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50-50 ചാൻസാണ് അത് ഹെഡും ടൈലും വീഴാനുള്ള സാധ്യത. അപ്പോൾ ആ ഒരു സാധ്യത നമുക്ക് എല്ലാവർക്കും മാർക്കറ്റിൽ നിന്ന് എന്തായാലും കിട്ടും. അപ്പോൾ ആ സാധ്യത പോലും നമുക്ക് വിജയിക്കാൻ ആക്ച്വലി വേണ്ടെന്നുള്ളതാണ്. 40% വിൻ റേറ്റ് മാത്രമേ ഉള്ളെങ്കിലും 1:2 ആണ് നിങ്ങൾ റിസ്ക് റിവാർഡ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ല പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ടാകും. ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടിയത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5 ദിവസം നമുക്ക് സീറോയും സ്റ്റോപ്പ് ലോസും കൂടെ 5 ദിവസം, 1:2 പ്രോഫിറ്റ് അടിച്ചത് 5 ദിവസം. ഓക്കെ, 4 ദിവസം പ്രോഫിറ്റ് അടിച്ചു. കാരണം 9 ദിവസമല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 4 ദിവസം പ്രോഫിറ്റും 5 ദിവസം 3 ദിവസത്തിൽ സ്റ്റോപ്പ് ലോസും 2 ദിവസം സീറോയും. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മൾ നോക്കിയാലും 1:2 വെച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബൈ ഡിഫോൾട്ട് നമുക്ക് 40% സക്സസ് റേഷ്യോ ഉള്ളെങ്കിൽ പോലും പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ നമ്മളുടെ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ പറയണം. ഒപ്പം ഇതുപോലെ എല്ലാ ദിവസവും നമ്മൾ ഒരു ബാക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ടാകും. ഓരോരോ ഷെയറിലായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മാക്സിമം ഇതിങ്ങനെ കണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലേക്ക് ചെന്നിട്ട് നമുക്ക് സിമ്പിളി ഇൻ ഫ്യൂച്ചറിൽ ഒരു 10-30 ദിവസമൊക്കെ ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ട്രേഡ് എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നുണ്ടാകും. ഓക്കെ, അത് നമ്മുടെ മാനസികമായിട്ട് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. നമ്മളതിന് ബോധപൂർവം ശ്രമിച്ചിട്ട് ഒന്നും ചെയ്യുന്നതല്ല. ബൈ ഡിഫോൾട്ട് അത് വന്നോളും കേട്ടോ. അപ്പോൾ ഇത് കാണുക, നന്നായിട്ട് പഠിക്കുക. ഒപ്പം എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.